വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും കൗതുകവും ഉണർത്തി ശാസ്ത്രമേള സംഘടിപ്പിച്ച് ശ്രീ ചിത്തിര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ. സ്പെക്ട്ര 2025 എന്ന പേരിൽ നടത്തിയ ശാസ്ത്രമേളയിൽ തലസ്ഥാന ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കാളികളായി. സ്പെക്ട്രയിലെ ഭക്ഷണമേളയിൽ നിന്ന് സമാഹരിച്ച തുക കുട്ടികൾ അവശ്യരോഗികളുടെ ചികിത്സയ്ക്കായി കൈമാറും. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുമാണ് സ്കൂൾ സ്പെക്ട്ര 2025 വേദിയൊരുക്കിയത്. ഊർജ്ജതന്ത്രം, രസതന്ത്രം, ചരിത്രം, ഗണിതശാസ്ത്രം, മലയാള ഭാഷ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായാണ് വിദ്യാർത്ഥികൾ മത്സരത്തിനായി എത്തിയത്. പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടതും അല്ലാത്തതുമായ നിരവധി പ്രോജക്റ്റുകൾ കുട്ടികൾ ശാസ്ത്രമേളയിലൂടെ പരിചയപ്പെടുത്തി. ഇത് കുട്ടികൾ തന്നെ നിർമ്മിച്ച അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ പരിചയം, അവരുടെ ആർട്ട്, ഇതെല്ലാം സ്കില്ലും ഉൾപ്പെടെ ഉള്ളതും, അതുപോലെ അഗ്രികൾച്ചറിനും അതുപോലെ വ്യവസായത്തിനും അവരുടെ സാങ്കേതിക മികവിനും അവരുടെ സംഘടനാ പാഠവത്തിനും ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ട് കാണിക്കുന്ന ഒരു എക്സിബിഷനാണ്. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ആ നിലവാരത്തിൽ, 12ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ നിലവാരത്തിൽ അങ്ങനെ അവർക്ക് പ്രോജക്റ്റുകളായിട്ട് കൊടുക്കുകയും അവരുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നടത്തുന്ന എക്സിബിഷനാണ്. ഓട്ടക്കാലണം മുതൽ അടുത്തിടെ നിരോധിച്ച 1000 രൂപ നോട്ട് വരെയും ഗ്രാമഫോൺ മുതൽ പെൻഡ്രൈവ് വരെയും പ്രദർശനത്തിന്റെ ഭാഗമായി. കാർഷിക മേഖലയിലെ വിത്തറിവിനെക്കുറിച്ചും ആധുനിക കൃഷി രീതിയെക്കുറിച്ചും പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. ജന്തുശാസ്ത്ര ലോകത്തെ കൗതുകങ്ങളും വിവിധ പക്ഷികളുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും സ്പെക്ട്രയുടെ ഭാഗമായി. കാരക്കോണം CSI മെഡിക്കൽ കോളേജ്, ശിവജി എഞ്ചിനീയറിംഗ് കോളേജ്, ഡോക്ടർ വസുന്ധരാസ് നാച്ചുറൽപതി, നൂറിൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, AMAS ശാസ്ത്ര ഭവൻ പട്ടം, പഞ്ചകർമ്മ ഗവൺമെന്റ് ആയുർവേദ കോളേജ്, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നും ഒരുക്കിയ വ്യത്യസ്ത സ്റ്റാളുകൾ ശാസ്ത്രമേളയ്ക്ക് പുത്തൻ അനുഭവങ്ങൾ പകർന്നു. ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് നടന്ന ഫുഡ് ഫെസ്റ്റിവലിൽ നിന്ന് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ആരോഗ്യമേഖലയിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈമാറും. News 18 തിരുവനന്തപുരം.